വോട്ടർ പട്ടിക പരിഷ്കരണം SIR നടപ്പിൽ വരുമ്പോൾ പ്രവാസികളായ ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുമോ എന്നുള്ള ആശങ്ക ചിലരെങ്കിലും പങ്കുവെക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ ഒരു ആശങ്ക നിലനിൽക്കുന്നില്ല. വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിൽ വരുമ്പോൾ പ്രവാസികൾ ഒരു തരത്തിലും വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം, BLOമാർ, ബൂത്ത് ലെവൽ ഓഫീസർമാർ വീട്ടിൽ വരുമ്പോൾ പ്രവാസികളായ ആളുകളുടെ വിവരങ്ങൾ കൂടി കൃത്യമായി വീട്ടിലുള്ളവർ അവരെ അറിയിക്കണം എന്നുള്ളതാണ് പ്രാധാന്യം. പ്രവാസികളുടെ ഫോമുകൾ കൂടി വീട്ടിലുള്ളവർ, കുടുംബാംഗങ്ങൾ പൂരിപ്പിച്ച് നൽകണം. അവരുടെ വല്ല രേഖയും ആവശ്യപ്പെടുകയാണെങ്കിൽ അതുകൂടി വീട്ടിലുള്ളവർ സമർപ്പിക്കണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ജോലി ആവശ്യാർത്ഥം വിദേശത്താണെന്നും നാട്ടിൽ വരുമ്പോൾ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാകാറുണ്ടെന്നും വോട്ട് ചെയ്യാറുണ്ടെന്നുമുള്ള കൃത്യമായ വിവരം നാട്ടിലുള്ളവർ ഓഫീസർമാരെ അറിയിക്കണം. അവരുടെ ഫോമുകൾ പൂരിപ്പിച്ച് നൽകണം. അവരുടെ വല്ല രേഖയും ആവശ്യപ്പെടുകയാണെങ്കിൽ വീട്ടിലുള്ളവർ അത് സമർപ്പിക്കണം. ഒരുപക്ഷെ പാസ്പോർട്ടിൻ്റെ കോപ്പിയോ വിസയുടെ കോപ്പിയോ ആവശ്യപ്പെടുകയാണെങ്കിൽ അതുകൂടി സമർപ്പിക്കേണ്ടി വരും. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ വിദേശത്തുള്ളവരും നാട്ടിലേക്ക് വിളിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി വീട്ടിലുള്ളവരെ അറിയിക്കുക. തങ്ങളുടെ രേഖകളും വിവരങ്ങളും കൃത്യമായി അവരെ അറിയിക്കുന്നതിനെക്കുറിച്ച് വീട്ടിലുള്ളവരെ ബോധവാന്മാരാക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒരു തരത്തിലും പ്രവാസികൾ വോട്ട് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നില്ല. നമ്മുടെ വിവരങ്ങൾ കൃത്യമായി നൽകിയാൽ പ്രവാസി വോട്ടറായി അവർ നിലനിൽക്കുക തന്നെ ചെയ്യും. വോട്ടർ പട്ടിക പരിഷ്കരണം SIR നടപ്പിൽ വരുമ്പോൾ പ്രവാസികളായ ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുമോ എന്നുള്ള ആശങ്ക ചിലരെങ്കിലും പങ്കുവെക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ ഒരു ആശങ്ക നിലനിൽക്കുന്നില്ല. വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിൽ വരുമ്പോൾ പ്രവാസികൾ ഒരു തരത്തിലും വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം, BLOമാർ, ബൂത്ത് ലെവൽ ഓഫീസർമാർ വീട്ടിൽ വരുമ്പോൾ പ്രവാസികളായ ആളുകളുടെ വിവരങ്ങൾ കൂടി കൃത്യമായി വീട്ടിലുള്ളവർ അവരെ അറിയിക്കണം എന്നുള്ളതാണ് പ്രാധാന്യം. പ്രവാസികളുടെ ഫോമുകൾ കൂടി വീട്ടിലുള്ളവർ, കുടുംബാംഗങ്ങൾ പൂരിപ്പിച്ച് നൽകണം. അവരുടെ വല്ല രേഖയും ആവശ്യപ്പെടുകയാണെങ്കിൽ അതുകൂടി വീട്ടിലുള്ളവർ സമർപ്പിക്കണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ജോലി ആവശ്യാർത്ഥം വിദേശത്താണെന്നും നാട്ടിൽ വരുമ്പോൾ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാകാറുണ്ടെന്നും വോട്ട് ചെയ്യാറുണ്ടെന്നുമുള്ള കൃത്യമായ വിവരം നാട്ടിലുള്ളവർ ഓഫീസർമാരെ അറിയിക്കണം. അവരുടെ ഫോമുകൾ പൂരിപ്പിച്ച് നൽകണം. അവരുടെ വല്ല രേഖയും ആവശ്യപ്പെടുകയാണെങ്കിൽ വീട്ടിലുള്ളവർ അത് സമർപ്പിക്കണം. ഒരുപക്ഷെ പാസ്പോർട്ടിൻ്റെ കോപ്പിയോ വിസയുടെ കോപ്പിയോ ആവശ്യപ്പെടുകയാണെങ്കിൽ അതുകൂടി സമർപ്പിക്കേണ്ടി വരും. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ വിദേശത്തുള്ളവരും നാട്ടിലേക്ക് വിളിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി വീട്ടിലുള്ളവരെ അറിയിക്കുക. തങ്ങളുടെ രേഖകളും വിവരങ്ങളും കൃത്യമായി അവരെ അറിയിക്കുന്നതിനെക്കുറിച്ച് വീട്ടിലുള്ളവരെ